സോ നിങ്ങൾ നാളെ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഡോക്ടറാവുകയോ നല്ല മനുഷ്യന്മാരാകുകയോ എന്തോ ആയിക്കോട്ടെ ആവുന്നുണ്ടെങ്കിൽ, വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക. ചെറിയ പയ്യൻ രാത്രി 2-3 മണി സമയത്ത് ഇങ്ങനെ ഒരു പോപ്കോൺ വെക്കണമെങ്കിൽ അവനക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുണ്ടാവും. ഇത്രയും മെച്യൂറായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു, അവനക്കൊരു മിഠായി പോലും വേണ്ട, എന്താണ് അവൻ്റെ സ്റ്റോറി എന്ന് അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായി. എന്നെ അത്രയേറെ ഇൻസ്പയർ ചെയ്ത ഒരു കുട്ടി മനുഷ്യനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഡീപ് ടോക്സ്. എടാ, നമ്മൾ മനുഷ്യന്മാരുടെ പ്രകൃതി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പരാതികളും എക്സ്ക്യൂസുകളൊക്കെ നിറഞ്ഞ ഒരു പ്രത്യേകതരം ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെ അല്ലേ? നമ്മൾ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, നമ്മൾ ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിക്കുന്ന മൊമെൻറ്റിൽ നമ്മൾ പറയുന്ന കാര്യമുണ്ട്, ദൈവമേ എനിക്ക് അത് ഇന്നിരുന്നെങ്കിൽ, എനിക്കിതുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ എനിക്കിതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെയാണ്, അല്ലേ? അല്ല, ഞാനും നിങ്ങളൊക്കെ അങ്ങനെ തന്നെ, യാതൊരു സംശയമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ ഞാൻ എന്നെ തന്നെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ആലോചിക്കുന്ന, എൻ്റെ ലൈഫിൽ നടന്ന അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട്. ഞാൻ എല്ലാ ക്ലാസ്സും പറയുന്ന ഒരു സ്റ്റോറിയാണ്. നമ്മൾ ഈ കഥ നടക്കുന്നത് 2-3 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് എക്സാക്ട് ടൈം പീരീഡ് ഓർമ്മയില്ല, 2-3 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഞാൻ രാത്രി ഒരു 2-3 സമയം, രാത്രി എന്ന് പറഞ്ഞാൽ അതിരാത്രി അല്ലെങ്കിൽ പുലർച്ചെ 2-3 മണി സമയത്ത് കോഴിക്കോട് ബീച്ചിലിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കോഴിക്കോട് ബീച്ചിലിരിക്കുകയാണ്. കോഴിക്കോട് ബീച്ച് അപ്പോൾ ഭയങ്കര രസമായിട്ട്, ഭയങ്കര ലൈവായിട്ട് നിൽക്കുന്ന ഒരു സ്പേസാണ്. അങ്ങനെ 2-3 സമയത്ത് നമ്മളിങ്ങനെ സാധാരണ ഒരു 24-25 ഇയേഴ്സ് വരുന്ന ഒരു യങ് ആയിട്ടുള്ളൊരു പോപ്പുലേഷൻ ഒരു സർക്കിളിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലേ പറയാനുള്ളത് ഈ പരിഭവങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യണമായിരുന്നു, പക്ഷേ നമ്മൾ ഇങ്ങനെ ആയില്ലല്ലോ, നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു കമ്പനി തുടങ്ങിയില്ല, എന്തുകൊണ്ട് ഒരുപാട് ബിസിനസ് ഐഡിയാസ് പറയുന്നു, പക്ഷേ നമ്മളത് ചെയ്തില്ല. നമ്മളെ കൺമുമ്പിൽ തന്നെയുള്ള കുറേ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് സ്റ്റോറീസ് കണ്ട്, പക്ഷേ നമ്മളെന്തുകൊണ്ട് എങ്ങനെയായി, അവൻ ഇത്ര കട ഇട്ടു, നമ്മളൊന്നുപോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? സങ്കടങ്ങൾ എന്നല്ല, മൂങ്ങൽ എന്നാണ് അതിന് പറയുക, അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളല്ലെങ്കിൽ ഇന്നാണോ അവൻ കഴിച്ചു, നമുക്ക് കുട്ടിയായി, നമ്മളിപ്പോഴും ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത സങ്കടങ്ങൾ പെരുപ്പിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ ഒരു ചെറിയ പയ്യൻ, ഇത്ര വലുപ്പമുള്ള, ഇത്ര ഹൈറ്റൊക്കെ ഉള്ള പയ്യൻ, ചെറിയൊരു പയ്യൻ വന്നിട്ട് ചോദിച്ചു പോപ്കോൺ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഈ ചൂടേറിയ ചർച്ചയ്ക്കിടയിൽ നമ്മൾ ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി. അപ്പോൾ കുറച്ച് ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് റിയലൈസേഷൻ അടിക്കുകയാണ്. അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ഉള്ളിൽ എന്തുണ്ട്, ഒരു കൈൻഡ്നെസ് എന്നുള്ള ഒരു ഇമോഷൻ കൊണ്ട് ഉണ്ടായത് കൊണ്ട് അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് ഞാൻ എനിക്ക് പെട്ടെന്നൊരു റിയലൈസേഷൻ അടിക്കുകയാണ്. ചെറിയ പയ്യൻ രാത്രി 2-3 മണി സമയത്ത് ഇങ്ങനെ ഒരു പോപ്കോൺ വെക്കണമെങ്കിൽ അവനക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാടുണ്ടാവും, ഒന്ന് സഹായിച്ചേക്കാം എന്ന് പറഞ്ഞ് ആ പോയ പയ്യനെ തിരിച്ച് ഞാൻ മടങ്ങി വിളിക്കുകയാണ്. അവിടെ പോപ്കോൺ വേണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അവൻ അടുത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ പറയുന്നു ഇക്ക പോപ്കോൺ തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓക്കേടാ എന്ന് ശരി സാധനം വിട്ടു. അപ്പോൾ നമ്മൾ വീണ്ടും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടി എന്താ പറയുക, നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം ചെയ്യുകയാണ്. അവൻ്റെ പോക്കറ്റിൽ നിന്ന് നല്ല കട്ടിയുള്ള ഒരു 40 രൂപ ഡയറി മിൽക്ക് എടുത്തിട്ട് ഇക്ക ഇത് വെച്ചോളി എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇക്ക അവിടെ മോനെ വേണ്ട പോപ്കോണായി നമുക്ക് വേണ്ട, ഇത് വേണ്ട നീ വെച്ചോ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇല്ല ഇത് വെച്ചോളൂ, എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ്, പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. ഒരു ചെറിയൊരു പയ്യൻ 40 രൂപയുടെ കട്ടിലുള്ള ഡയറി മിൽക്ക് നമുക്ക് വെറുതെ തരിക, എന്താണ് സംഭവം? അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ മോനെ നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല ഡയറി മിൽക്ക് കുടിച്ചാൽ ഭയങ്കര ദാഹമാണ്, അപ്പോൾ ഞാൻ ഇനി ഒരു 10 രൂപയുടെ വെള്ളം വാങ്ങിക്കേണ്ടി വരും, വെറുതെ പൈസ ചിലവഴിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഇക്ക വെച്ചോളി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, കാരണം ഒരു 7-ാം വയസ്സ് അല്ലെ 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അത്ര വലുപ്പമുള്ള ചെറിയൊരു പയ്യൻ ഇത്രയും മെച്യൂറായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു, അവനക്കൊരു മിഠായി പോലും വേണ്ട, എന്താണ് അവൻ്റെ സ്റ്റോറി എന്ന് അറിയാൻ എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ഞാൻ ഇവനോട് ഇവൻ്റെ പേരെന്താ, വീടെന്താ, എന്താണെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ്. ഇവൻ്റെ പേര് ഉബൈദ് എന്നാണ്. ഇവനൊരു 6-ാം ക്ലാസ് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവൻ്റെ വീട് താമരശ്ശേരിയാണ്. അപ്പോൾ ഇവൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവൻ ഈ കച്ചവടത്തിലോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇവൻ്റെ വീട്ടിലെ ഒരു ഒൺലി സോൾ ഏണിംഗ് മെമ്പർ അവൻ്റെ ഉമ്മയോ വല്യമ്മയോ ആരോ ഒരാളായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ആ ഏണിംഗ് മെമ്പറിന് എന്തോ ഒരു എക്സ് ആൻഡ് വൈ റീസൺ കൊണ്ട് വീട്ടിലോട്ട് വേണ്ട ഇൻകം എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കോവിഡ് സമയത്തായി. അപ്പോൾ ഇവൻ സാനിറ്റൈസറൊക്കെ വിറ്റിട്ടാണ് ഇവൻ ഈ കച്ചവടം എന്നുള്ള ഇതിലോട്ട് പ്രതിഭാസത്തിലോട്ട് ഇവൻ ഇറങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം അല്ലെങ്കിൽ ഞാൻ അന്ന് കാണുന്ന 2-3 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഒരു പ്രസൻറ്റ് ഡേയിൽ അവൻ്റെ ഒരു ടിപ്പിക്കൽ ഡേ എന്തെന്ന് പറഞ്ഞാൽ, അവനൊരു ഇസ്ലാമിക് സ്കൂൾ സെറ്റപ്പിലാണ് പഠിക്കുന്നത്, ദർസിലാണ് അവൻ പഠിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേക സ്കൂൾ ഒരു 2 മണി 3 മണിയാകുമ്പോൾ ഉച്ചക്ക് വിടും എന്നാണ് അവൻ പറയുന്നത്. ഉച്ചക്ക് വിടും. അപ്പോൾ ഉച്ചയ്ക്ക് വിട്ട് കഴിഞ്ഞാൽ താമരശ്ശേരിയിൽ അവൻ ബസ് കയറി കോഴിക്കോട് വരുന്നു. കോഴിക്കോട് നിന്ന് ഈ പോപ്കോൺ, കടല, ഇങ്ങനത്തെ ബീച്ചിൽ വിൽക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നു, ബീച്ചിലോട്ട് വരുന്നു. ഇത് എപ്പോഴാണോ വിറ്റ് തീരുന്നത് അപ്പോൾ അവൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. ചില ദിവസങ്ങൾ 10 മണിക്ക് പോകും, ചില ദിവസം രാത്രി 2 മണി 3 മണി സമയമൊക്കെ ആവും. അവൻ വീട്ടിലോട്ട് പോകുന്നു, അവൻ ഉറങ്ങുന്നു. രാവിലെ സുബിക്ക് എണീക്കും. സുബി എന്ന് പറഞ്ഞാൽ ഒരു 5 മണി 6 മണി സമയം
ഈ സമയത്ത് എണീക്കും. ചില ദിവസങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. കാരണം 10 മണിക്കാകുമ്പോൾ കച്ചവടം പോയാൽ താമരശ്ശേരി എത്തുമ്പോൾ ഒരു 1 hour 1.5 hour ഒരു 12 മണിക്ക് മിനിമം ഉറങ്ങും ചില ദിവസങ്ങൾ ഇതിനെക്കാട്ടി നേരെ വൈകും. അങ്ങനെ രാവിലെ അവൻ ഉറക്കമൊക്കെ കുറച്ച് സീനാണെന്നാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പോൾ രാവിലെ എണീക്കുന്നു, അവൻ എന്തായിരുന്നു വീട്ടിലുള്ള മെമ്പേഴ്സിനൊക്കെ എന്താ പറയുക പരിചരിക്കുന്നു, ഇവ വീണ്ടും സ്കൂളിൽ പോകുന്നു. ഇതാണ് ഈ സൈക്കിൾ റിപ്പീറ്റ്. എവിടെയാണ്? മൺഡേ ടു ഫ്രൈഡേ, വീക്ക് ഡേയ്സിൽ ഇവൻ്റെ ഒരു ഡേ ഇങ്ങനെയാണ്. വീക്കെൻഡ് ഡേയ്സിൽ ഇവൻ ഇതിനെക്കാട്ടിയും അതിസാഹസികമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അതിസാഹസികം എന്നൊക്കെ വിളിക്കുന്നത്? മക്കളെ 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയെന്ന് ആലോചിക്കുക. 7ാം ക്ലാസ്സിലൊക്കെ നമുക്ക് എത്ര ബോധം ഉണ്ടായിരുന്നടാ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവൻ എന്താണ് വീക്കെൻഡ് ഡേയ്സിൽ ഒക്കെ എന്ന് പറഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളിൽ ഇതേപോലെ രാവിലെ കോഴിക്കോട് വരുന്നു, പുലർച്ചെ കോഴിക്കോട് വരുന്നു. ഇവൻ എന്ത് ചെയ്യുന്നു? അത്തർ വാങ്ങിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഇവൻ എന്ത് ചെയ്യാണ്? കൊച്ചിയിലോട്ട് ട്രെയിൻ കയറുവൻ. എന്നിട്ട് കൊച്ചി പോയിട്ടാണെങ്കിൽ അത്ര വിൽക്കാം. ഇവൻ ഈ അത്തറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ഈ ഒരു കുപ്പിക്ക് വെറും 4 കുപ്പി ഞാൻ കൊച്ചിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്കിതിന് 10 രൂപയാണ്, കോഴിക്കോട് എനിക്ക് 5 രൂപയേ ഉള്ളൂ. ഒക്കെ എന്തോ പൈസ കണക്ക് എന്തോ പറഞ്ഞില്ല. ഇങ്ങനെയാണ്. ഒക്കെ കോഴിക്കോട് എനിക്ക് 5 രൂപയേ ഉള്ളൂ, കൊച്ചിയിൽ എനിക്ക് ഇതിന് 10 രൂപയാണ്. പക്ഷേ 4 കുപ്പിയിൽ എനിക്ക് 5 റുപ്യ ലാഭം ഉണ്ടാക്കാം. പിന്നെ ഏതൊക്കെയോ അത്തറിൻ്റെ അറബി പേരുകൾ പറഞ്ഞു, എന്തൊക്കെയോ മുല്ല എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു. ഇന്ന അത്തറിന് ഇവിടെ 100 രൂപയേ ഉള്ളൂ, അവിടെ മറ്റോടത്ത് 200 ചില രൂപയുണ്ട്. അപ്പോൾ എനിക്കൊരു കുപ്പിയിൽ തന്നെ ഇത്ര ലാഭം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവനൊരു അത്തർ ബിസിനസ്സിലെ ടൈക്കൂണ് പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. ഒരു തരി സങ്കടമോ പ്രാരാബ്ദമോ ഒന്നൊന്നും പറയുന്നില്ല. അവൻ അടിപൊളിയായിട്ട് ഭയങ്കര ഡിറ്റർമിൻഡ് ആയിട്ടാണ് അവൻ എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇത്രയേറെ കഷ്ടപ്പാടുണ്ടായിട്ടും ഇത്രയും ഫോക്കസ്ഡ് ആയിട്ട് ഡ്രിവൺ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനോട്, കുട്ടിയല്ല കേട്ടോ, ഒരു മനുഷ്യനോട് ഞാൻ മോനെ ഞാൻ നിനക്ക് കുറച്ച് പൈസ ദാനമായിട്ട് തരട്ടെ എന്ന് പറയുന്നത് അവനെ താഴ്ത്തുന്ന പോലെയാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ വേണ്ടി പറ്റുന്നതായിട്ടുണ്ടോ? അപ്പം പറഞ്ഞു, ഇന്നൊന്ന് KSRTC ഇറക്കി തരാൻ വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ ഞാനും ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം അവിടെ കാറ് കയറ്റി അവനെ KSRTC ഇറക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഞാനോട് ചോദിച്ചു, മോനെ നിൻ്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടാവുമോ? താമരശ്ശേരി ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ വിളിക്കാൻ നമ്പർ ഉണ്ടാവും. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിൽ നിന്നാണ് വിളിക്കാറെന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ സിനിമ സ്റ്റൈലൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന മൊമെൻറ്റിൽ അവൻ എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി തരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അവിടെ കുറേ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, അവരെ ചൂണ്ടിക്കാണിച്ചവൻ പറയുകയാണ്, ഇതൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സ്, ഇവരെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിക്കാറെന്ന് പറഞ്ഞ് ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഓക്കെ, എന്നെ അത്രയേറെ ഇൻസ്പയർ ചെയ്ത ഒരു കുട്ടി മനുഷ്യനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ആലോചിച്ചാൽ ഞങ്ങളെല്ലാവരും ഒരുപോലെ വണ്ടിയിൽ ഇരുന്ന ഞങ്ങളെല്ലാവരും ഒരുപോലെ ആലോചിച്ചതാണ് അല്ലേ. ഇത്രയേറെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ട് ഇത്രയും ഡ്രിവണായിട്ട് പോസിറ്റീവായിട്ടാണ് ആ കുട്ടി സംസാരിച്ചത് അല്ലേ. ഞങ്ങളോ ഇത്രയേറെ പ്രിവിലേജിൻ്റെ കൊടുമുടിയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത് അല്ലേ. എന്നിട്ട് നമുക്ക് സങ്കടങ്ങളാണ് അല്ലേ. നിങ്ങളിപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്മാർട്ട് ഫോണിലാണ് ഈ വീഡിയോ കാണുന്നത് അല്ലേ. വീട്ടിൻ്റെ അത്രയും കംഫർട്ട് സോണിലാണല്ലോ നിങ്ങൾ വീട്ടിൽ കാണുന്നത്. നല്ല ഫാൻ കറങ്ങുന്നുണ്ട്, AC ഓണാണ്, നല്ല ഫുഡ് കഴിച്ച് അടിപൊളിയായിട്ട് പ്രിവിലേജിൻ്റെ കൊടുമുടിയിലല്ലേ എൻ്റെ മക്കൾ ജീവിക്കുന്നത്. ഉബൈദിനെ പോലെ അഹോരാത്രം പണിയെടുക്കുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ വേണ്ടി പെടാപ്പെടുന്ന എത്രയോ മനുഷ്യന്മാർ ജീവിക്കുന്ന അതേ ദുനിയാവിൽ നമ്മൾ ഇത്രയും പ്രിവിലേജസോടെ ജീവിച്ചിട്ടും നമുക്ക് ജീവിതത്തിൽ ഒന്നും ആവാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലേ, നമ്മുടെ മടീൻ്റെ ഊക്കം നിൻ്റെ മക്കൾ ആലോചിച്ച് നോക്കിക്കട. കുട്ടികൾ പറയാവുന്ന കാര്യമുണ്ട്, സാറേ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല സാറേ, ഞാൻ എത്ര വിചാരിച്ചു എനിക്ക് പറ്റുന്നില്ല സാറേ, എനിക്ക് ആ ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ട്. മക്കളെ സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസസ്, കംപ്ലയിൻറ്റ് പരിപാടിയൊക്കെ നിർത്ത്. ഓക്കെ, നമുക്കൊരു കാര്യം അതിയായിട്ട് ആഗ്രഹമുണ്ടോ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമോ, യാതൊരു കംപ്ലയിൻറ്റും കൂടെയുള്ള കോൺസ്റ്റൻ്റ് ആയിട്ട് എഫർട്ട് ഇട്ട് നോക്കിക്കേ, എന്തായാലും റിസൾട്ട്സാണ് നമ്മൾ തേടി വരും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോഴും ആലോചിക്കണം. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് സമയം 3:30. ഓക്കെ, ആ ഉബൈദ് എന്ന് പറഞ്ഞ പയ്യൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഈ വീഡിയോ ഒന്നും കാണുന്നുണ്ടാവില്ല. അവൻ എന്ത് ചെയ്യുന്നുണ്ടാവും? അവൻ്റെ സ്കൂൾ പരിപാടി കഴിഞ്ഞ് അവൻ കോഴിക്കോട്ടുള്ള ബസ് കയറി ബസ്സിലോട്ടുള്ള യാത്രയിലായിരിക്കും ഈ മൊമെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കോടാനുകോടി മനുഷ്യന്മാർ ജീവിക്കുന്ന ദുനിയാവിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഓക്കെ, സോ ഈ ലോകത്ത് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ബീസ്റ്റ് മെൻറ്റാലിറ്റിയിൽ പണിയെടുത്താൽ മാത്രമേ നമുക്ക് സക്സസ് എന്നുള്ള സാധനം വരികയുള്ളൂ. സോ നിങ്ങൾ നാളെ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഡോക്ടർ ആവുകയോ നല്ല മനുഷ്യന്മാരാകുകയോ എന്തോ ആയിക്കോട്ടെ ആവുന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക, ശക്തമായിട്ട് യാതൊരു കംപ്ലയിൻറ്റുകളോ മോങ്ങലുകളോ എക്സ്ക്യൂസസോ ഇല്ലാണ്ട് മുന്നോട്ട് പോവുക. മാഡം ക്യൂരി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഐ ആട്രിബ്യൂട്ട് മൈ സക്സസ് ടു ദിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ടുക്ക് നെവർ ഗേവ് എനി എക്സ്ക്യൂസസ് എന്നാണ്. ഐ ടുക്ക് നോർ ഗേവ് എനി എക്സ്ക്യൂസസ് എന്നാണ്. ഞാനൊരു എക്സ്ക്യൂസ് സ്വീകരിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല. സോ അതുപോലത്തെ ഒരു എക്സ്ക്യൂസും വാങ്ങാത്തയും കൊടുക്കാത്തയും വരുന്ന ഒരു അടിപൊളി മനുഷ്യന്മാരാവുക. നാളെ നിങ്ങളെല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.